ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെൻ്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ലെറ്റർ സീരീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റർ സീരീസ് എപ്പോഴും നമ്മുടെ CSEB എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലെറ്റർ സീരീസ് കാണുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. നിങ്ങൾക്ക് ഞാൻ ക്ലാസ് ഇട്ടാൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഈഫ് ജുഡീഷ്യൽ JUDICIAL ഈസ് കോഡഡ് ആസ് JDUICILA, വാട്ട് വിൽ ബി ദ കോഡ് ഫോർ ഗ്ലോറിയസ്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജുഡീഷ്യൽ എന്നുള്ളത് JDUICILA എന്ന് എഴുതുവാണെങ്കിൽ ഗ്ലോറിയസ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെ എഴുതും? GLORIOUS എന്ന് പറയുന്ന വാക്ക് എങ്ങനെ എഴുതും? നമ്മൾ ജുഡീഷ്യൽ എന്ന് പറയുന്ന വാക്കും JDUICILA എന്ന് പറയുന്ന വാക്കിലും തമ്മിലുണ്ടായിരിക്കുന്ന വ്യത്യാസം എന്താണെന്ന് നോക്കാം. JUD എന്ന് പറയുന്ന ഫസ്റ്റ് 3 ലെറ്റർ എടുത്ത് നോക്കുക. അതിനുശേഷം അത് കോഡ് ചെയ്തേക്കുന്നത് JDU എന്നാണ്. JUD എന്നുള്ളത് JDU എന്നായി മാറിയിരിക്കുന്നു. അപ്പം അതിനർത്ഥം ജെയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല, യുവും ഡിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തേക്കുന്നു. ഇനി നോക്കുക, IC എന്ന് പറയുന്ന വാക്ക്, ICI എന്ന് പറയുന്ന 3 വാക്കിനും 3 അക്ഷരത്തിനും ഒരു വ്യത്യാസവും ഇല്ല. ലാസ്റ്റിൽ AL എന്നുള്ളത് LA എന്ന് ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പം നമുക്കിത് മനസ്സിലായി. ഇനിയും ഗ്ലോറിയസ് എന്നൊന്ന് എഴുതി നോക്കുക. GLORIOUS. GLO എന്നുള്ള ഫസ്റ്റ് 3 ലെറ്റർ എടുക്കുക. ആ ലെറ്റർ എടുത്തിട്ട് നമ്മളൊന്ന് ആ ഓയും എല്ലും കൂടെ, എല്ലും ഓയും കൂടെ ഒന്ന് തിരിച്ചെഴുതുക. OL എന്നാക്കുക. അപ്പം GOL. RIOയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ലാസ്റ്റത്തെ US എന്നുള്ളത് SU എന്ന് എഴുതുക. ഇത്രയുമേ ഉള്ളൂ ആ ഒരു കോഡ് മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ലെറ്റർ സീരീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഈഫ് പെൻ PEN ഈസ് റിട്ടൺ ആസ് +X ആൻഡ് ENT ആണേ is written as X minus in a certain code, how is 10 written in the same code? പെൻ എന്നുള്ളത് +X എന്നും ENT എന്നുള്ളത് X മൈനസ് എന്നും നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിൽ 10 എന്നുള്ളത് എങ്ങനെ എഴുതും? നമ്മൾ പെൻ എന്നൊന്ന് എഴുതി നോക്കുക. +X, അതായത് പെൻ എന്നുള്ളതിനകത്ത് 3 ക്യാരക്ടർ ഉണ്ട്. പക്ഷേ റീപ്ലേസ് ചെയ്തപ്പം 2 ക്യാരക്ടറായിട്ട് മാറ്റി, ഒരു പ്ലസ്സും ഒരു എക്സും മാത്രം. അല്ലെന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യനകത്ത് പ്ലസ് ഇൻറ്റു എന്നുള്ള രീതിയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ENT എന്ന് പറയുന്ന വാക്കെടുക്കുക. അതിനകത്ത് X മൈനസ് അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ ചിഹ്നവും മൈനസും വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെയും 3 ലെറ്ററിന് പകരം 2 ലെറ്ററേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കുക, പെന്നെന്നും ENT എന്ന് പറയുന്നതിനകത്ത് 2-നകത്തും പൊതുവായിട്ടുള്ള ഒരു അക്ഷരമാണ് X. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PN എന്നുള്ളതിനകത്തെ ENAയും ENT എന്നുള്ളതിനകത്തെ ENAയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് X. അതിനർത്ഥം ബാക്കി കിടക്കുന്ന ഒരു പ്ലസ് ചിഹ്നം ഉണ്ടല്ലോ, അത് സൂചിപ്പിക്കുന്നത് PA. അതുപോലെ ഇതിന് ശേഷമുള്ള ENT എന്ന് പറയുമ്പോൾ T സൂചിപ്പിക്കുന്നത് മൈനസ് ചിഹ്നത്തെയുമാണ്. അപ്പം Pക്ക് പ്ലസ് എന്നും Tക്ക് മൈനസ് എന്നുമാണ് ചിഹ്നം കൊടുക്കേണ്ടത്. നമ്മളോട് ചോദിച്ചേക്കുന്ന 10 എന്ന് പറയുന്ന വാക്കാണ് TEN 10. നമ്മൾ ആദ്യത്തെ അക്ഷരത്തിനകത്ത് കണ്ടു Tക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് മൈനസ് ആണ്. പിന്നെ EN എന്ന് പറയുമ്പം നമ്മൾ കൊടുക്കേണ്ടത് X ആണ്. അപ്പം 10 എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ -X. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഈഫ് എവൈക്ക് AWAKE ഈസ് കോഡഡ് ആസ് ZVZJD,
വാട്ട് ഷാൽ ബി ദ കോഡ് ഫോർ ഫ്രണ്ട്? FRIEND, ഫ്രണ്ട്. എവൈക്ക് എന്ന് പറയുന്ന വാക്ക് കോഡ് ചെയ്തിരിക്കുന്നത് ZBZJD എന്നാണ്. എവൈക്ക് എക്ക് പകരമായിട്ട് കോഡ് ചെയ്തേക്കുന്ന Z ആണ്. Wന് പകരം കോഡ് ചെയ്തിരിക്കുന്നത് V ആണ്. എക്ക് പകരം കോഡ് ചെയ്തേക്കുന്നത് വീണ്ടും Z ആണ്. കെയ്ക്ക് പകരം കോഡ് ചെയ്തേക്കുന്നത് J ആണ്. ഇക്ക് പകരം കോഡ് ചെയ്തിരിക്കുന്നത് D ആണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. ഓരോ റിവേഴ്സ് ലെറ്റർ, 1 റിവേഴ്സ് ലെറ്റർ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് എ എന്ന് എഴുതുമ്പം എക്ക് തൊട്ട് ലാസ്റ്റിൽ നിന്ന് നോക്കുമ്പം എക്ക് 1 റിവേഴ്സ് ലെറ്റർ എന്നുള്ളതല്ല, എക്ക് പകരമായിട്ട് ഫസ്റ്റ് ലെറ്റർ എ, അപ്പം നമുക്ക് അതിന് പകരമായിട്ട് ലാസ്റ്റ് ലെറ്റർ Z എഴുതി. എന്നുവെച്ചാൽ എയുടെ തൊട്ട് പുറകിൽ നിന്ന് വരുന്നതും കറക്റ്റാണ്. എന്താണ്, എക്ക് പകരം Z എഴുതി. Wന് പകരം തൊട്ടുപുറകിലത്തെ ലെറ്ററായിട്ടുള്ള B എഴുതി. വീണ്ടും എക്ക് പകരം Z തന്നെ എഴുതി. കെയ്ക്ക് പകരം തൊട്ടുപുറകിലത്തെ ലെറ്റർ J എഴുതി. ഇക്ക് പകരം തൊട്ടുപുറകിലത്തെ ലെറ്റർ D എഴുതി. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് എന്നുള്ളത് FRIEND, ഫ്രണ്ട് എന്നുള്ളത് എഫിന് പകരം ഉള്ള തൊട്ടുപുറകിലത്തെ ലെറ്റർ E എഴുതുക, ആറിന് പകരം തൊട്ടുപുറകിലത്തെ ലെറ്റർ Q എഴുതുക, ഐക്ക് പകരം തൊട്ടുപുറകിലത്തെ ലെറ്റർ H എഴുതുക, ഇക്ക് പകരം തൊട്ടുപുറകിലത്തെ ലെറ്റർ D എഴുതുക, എന്നിന് പകരം തൊട്ടുപുറകിലത്തെ ലെറ്റർ M എഴുതുക, ഡിക്ക് പകരം തൊട്ടുപുറകിലത്തെ ലെറ്റർ C എഴുതുക. അപ്പൊ ഫ്രണ്ട് എന്നുള്ളത് കോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ EQHDMC എന്ന് കിട്ടും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് DTCPEJ stands for branch BRANCH, then what does HKGNF stands for? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയമേ ഒന്ന് ചെയ്യണം. ക്വസ്റ്റ്യൻ തരാം. ഇഫ് DTCPEJ stands for branch BRANCH, then what does HKGNF stands for? അടുത്തൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ്. ഇഫ് കണ്ടന്റ് CONTENT ഈസ് കോഡഡ് ആസ് XLM GVMG, XLM GVMG, then what is the coding of beauty? BEAUTY, BEAUTY. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, യൂസിംഗ് എ സർട്ടൻ കോഡ്, common COMMON is encrypted as OCMMNO and 12 TWELBE is encrypted as WTLEEB. What is the encrypted values of hijack HIJACK and DISTRAUGHT? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. യൂസിങ് എ സർട്ടൻ കോഡ്, ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് കോമൺ COMMON എന്ന് പറയുന്ന വാക്ക് എഴുതിയിരിക്കുന്നത് OCMMNO എന്നാണ്. ആൻഡ് 12 TWELBE is encrypted as WTLEEB. What is the encrypted values of hijack HIJACK and DISTRAUGHT? അപ്പം നിങ്ങൾക്ക് ഞാനൊരു 3 ഹോംവർക്കും തന്നിട്ടുണ്ട്. ഈ 3 ഹോംവർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനത് ചെയ്ത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓരോരുത്തരുടെയും സംശയം ഈ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി തരാം. ഈ കോഡിങ് ഡീകോഡിങ്ങും ഒക്കെ ചെയ്യുമ്പം നമ്മൾ സ്വയമേ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുവാണെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ വളരെയധികം പ്രയോജനകരമാണ്. തൽക്കാലം ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യനും കൊണ്ട്
ഞാൻ ഇപ്പോഴത്തെ ക്ലാസ് നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ജോലി ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.